ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇടവിട്ടിട്ട് ഇപ്പോൾ സീരിയൽ പറയാൻ പറ്റുന്നുള്ളൂ, നല്ല തിരക്കായി പോകുന്നതുകൊണ്ടാണ് കേട്ടോ. എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവും എന്നറിയാം, എന്നാലും സോറി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥ് നേരെ വന്നിട്ട് പ്രിയയോട് ചോദിക്കുകയാണ്. സ്കൂളിൽ വന്നിട്ട് സ്കൂൾ വിട്ട് വരുന്നത് വരെ പ്രിയയെ കാത്തു നിന്നിട്ട് പ്രിയയോട് ചോദിക്കുന്നുണ്ട്, മലർ എവിടെടാ? അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, മലരിന്ന് സ്കൂളിൽ വന്നിട്ടില്ലല്ലോ. അത് കേട്ടത് അവൻ ഞെട്ടിപ്പോവാണ്. അവൻ പറയുന്നുണ്ട്, എടാ ഞാനല്ലേ ഇന്ന് രാവിലെ അവളെ സ്കൂളിൽ കൊണ്ട് വിട്ടത്. അങ്ങനെയാണോ അങ്കിൾ? പക്ഷേ മലരിന്ന് ക്ലാസ്സിൽ കയറിയിട്ടില്ല. ശരി, എങ്കിൽ മോള് പോയിക്കോ. ശരി അങ്കിൾ, ബായ് അങ്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയ പോവാണ്. അപ്പോൾ സിദ്ധാർത്ഥ് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയെ വിളിക്കുന്നുണ്ട്. സെക്യൂരിറ്റിയോട് പറയാണ്, രാവിലെ ഞാൻ മലറിനെ ഇവിടെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് പോയതാണ്, നിങ്ങൾ അവളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, സോറി, ആ സമയത്ത് ഞാനൊരു ഫോണിലായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥിന് ആകെ ടെൻഷൻ ആവുകയാണ്. അവൻ പറയുന്നുണ്ട്, രാവിലെ ഞാനിവിടെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് പോയതാണ്, പക്ഷേ കുട്ടി ക്ലാസ്സിൽ കയറിയിട്ടില്ലെന്നാണ് പ്രിയമോള് പറയുന്നത്. സാർ, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യ് സാർ, ഞാൻ മലർമോളുടെ ക്ലാസ് മിസ്സിനെ വിളിച്ചിട്ട് വരാം, ഒരുപക്ഷെ അവർക്കറിയാൻ സാധിക്കുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി സിദ്ധാർത്ഥിനെ അവിടെ നിർത്തുവാണ്. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും സെക്യൂരിറ്റി മിസ്സിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മിസ്സിനെ കണ്ടപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, മാഡം, ഞാൻ മലറിൻ്റെ ഫാദറാണ് മാഡം, മലരിന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ലേ? അപ്പോൾ അവരും പറയാണ്, മലരിന്ന് ക്ലാസ്സിൽ വന്നിട്ടില്ലല്ലോ. ക്ലാസ്സിൽ വന്നിട്ടില്ലെന്നോ? എന്തൊക്കെയാണ് മാഡം ഈ പറയുന്നത്? രാവിലെ ഞാനാണ് അവിടെ സ്കൂളിൽ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയത്. പിന്നെ എന്തുകൊണ്ട് കുഞ്ഞ് ക്ലാസ്സിൽ വന്നില്ല സർ? അതുതന്നെ എനിക്കും മനസ്സിലാവാത്തത്. രാവിലെ ഞാനാണ് ഇവിടെ കൊണ്ടുവിട്ടിട്ട് പോയത്. അപ്പോൾ മിസ്സ് സെക്യൂരിറ്റിയോട് പറയാണ്, ഏട്ടാ നിങ്ങൾ പോയിട്ട് സ്കൂളിൽ എല്ലായിടത്തും നോക്കിയിട്ട് വാ, ഒരുപക്ഷെ മലർ എവിടെയെങ്കിലും ബോധം കെട്ട് വീഴോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. ശരി, ഞാൻ പോയിട്ട് സ്കൂളിലെ കോമ്പൗണ്ട് മുഴുവൻ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അയാൾ വേഗം തിരക്ക് പിടിച്ച് പോവുകയാണ്. അപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അയാൾ വന്നത്. അതുവരെ സിദ്ധാർത്ഥും മിസ്സും ചേർന്നിട്ട് മലറിനെ രാവിലെ കൊണ്ടുവിട്ടതും അവൻ തന്നെയാണ് കൊണ്ടുവിട്ടതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. മലർ ക്ലാസ്സിൽ വരാത്തതിനെ കുറിച്ചൊക്കെ മിസ്സും തിരിച്ചു പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ സെക്യൂരിറ്റി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാളോട് വേഗം സിദ്ധു ചോദിക്കുകയാണ്, നിങ്ങൾ അവിടെ സ്കൂൾ കോമ്പൗണ്ട് മുഴുവൻ നോക്കിയോ? എവിടെയെങ്കിലും കണ്ടോ? സാർ, എല്ലായിടത്തും ഞാൻ നോക്കി, പക്ഷേ മലറിനെ എവിടെയും കാണുന്നില്ല സാർ. സിദ്ധാർത്ഥിന് ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. സ്കൂളിൽ രാവിലെ ഞാനല്ലേ കൊണ്ടുവിട്ടത്. അപ്പം മിസ്സും പറയുന്നുണ്ട്, നിങ്ങൾ സ്കൂളിൽ കൊണ്ടുവിട്ടു എന്ന് ഉറപ്പുള്ളതാണെങ്കിൽ അവൾ എങ്ങനെ സ്കൂളിൽ വരാതിരിക്കും? ഒരുപക്ഷെ നിങ്ങൾ സ്കൂളിൽ കൊണ്ടുവിട്ടതിനിടയ്ക്ക് അവളെ മറ്റാരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാകുമോ? സിദ്ധാർത്ഥിനും ആകെ ടെൻഷൻ ആവുകയാണ്. ഇനിയൊരു പക്ഷേ ചന്ദ്രിക കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാകുമോ? ഇല്ല, ചന്ദ്രിക കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾ എന്നോട് പറയേണ്ടതാണല്ലോ. സിദ്ധാർത്ഥിന് എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ മിസ്സ് പറയുന്നുണ്ട്, സാർ, നിങ്ങൾ പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുത്തു നോക്കൂ, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങളും ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു നോക്കാം. ശരി, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരോടും യാത്ര പറഞ്ഞ് സിദ്ധാർത്ഥ് അവിടെ നിന്നും പോവുകയാണ്. അവൻ കാറിലിരിക്കുമ്പോഴൊക്കെ ചിന്തിക്കുന്നുണ്ട്, ചന്ദ്രിക, മലർ രണ്ടുപേരെയും ഒന്നിച്ചു കാണുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? സ്കൂൾ ടൈമിൽ ചന്ദ്രിക എന്തായാലും മലറിനെ എങ്ങോട്ടും കൂട്ടിക്കൊണ്ട് പോവില്ല. പക്ഷേ അന്ന് തന്നെ മഹേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ മലറിനെ തട്ടിക്കൊണ്ടു പോകുന്നു. ഇനിയൊരു പക്ഷേ മഹേഷ് എങ്ങാനും മലറിനെ തട്ടിക്കൊണ്ടു പോയി കാണുമോ? ഇനി കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല, എത്രയും പെട്ടെന്ന് പോലീസിൽ ഇൻഫോം ചെയ്യുന്നതായിരിക്കും നല്ലത്, അവൻ സ്വയം ചിന്തിക്കുകയാണ്. സിദ്ധാർത്ഥ് കാറും എടുത്ത് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് വീട്ടിലാണെങ്കിൽ ഇതൊന്നും അറിയാതെ രണ്ടുപേർക്കുള്ള സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജാനകിയും ലക്ഷ്മിയും ചേർന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. ജാനകിയാണ് മുഴുവനായിട്ട് കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോഴേക്കും മഹേന്ദ്രനും വാസുവും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവരെ കണ്ടപ്പോൾ ജാനകി മഹേന്ദ്രനോട് പറയുകയാണ്, ഏട്ടാ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എടുത്തു നോക്കി കൊടുത്ത സമയത്ത് മഹേന്ദ്രൻ പറയുന്നുണ്ട്, സൂപ്പർ ആയിട്ടുണ്ടെന്ന്. വാസു ചോദിക്കുകയാണ്, അയ്യോ ഇതെന്താ ഏട്ടന് മാത്രമേ കൊടുക്കുള്ളൂ, നിൻ്റെ ഭർത്താവിനും കൂടി താടി എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഭർത്താവിന് കൊടുക്കാൻ മഹേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അങ്ങനെ വാസുവും കഴിച്ചിട്ട് പറയുന്നുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനിയൊരു പക്ഷേ ഇത് കഴിച്ചിട്ട് ചന്ദ്രികയും സിദ്ധുവും ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്നുള്ള കാര്യം മറന്നു പോവോ എന്നൊക്കെ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. എല്ലാവരും ആ ഒരു കാര്യത്തിൽ ഇതാക്കുന്നുണ്ട്. അതുമാത്രമല്ല, ജാനകി വളരെ നന്നായിട്ടാണ് സ്വീറ്റ്സ് ഉണ്ടാക്കിയതെന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളാണ് പുറത്തുനിന്ന് വാങ്ങി നിൽക്കുന്നതിനേക്കാളും ടേസ്റ്റ് എന്നൊക്കെ മഹേന്ദ്രനും വാസുവും പുകഴ്ത്തുന്നുമുണ്ട്. ലക്ഷ്മിയും പറയാണ്, ഫോൺ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോഴേക്കും സിദ്ധാർത്ഥ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ആകെ ക്ഷീണിതനായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം വന്നപ്പോൾ തന്നെ എല്ലാവരും അവനോട് പറയാണ്, നിൻ്റെ അമ്മ നല്ലതായിട്ടുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, എടുത്ത് കഴിച്ചു നോക്കാൻ. പക്ഷേ സിദ്ധാർത്ഥിൻ്റെ മുഖം ആകെ വിളറി വെളുത്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എടുത്ത് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞതും ജാനകി സിദ്ധാർത്ഥിന് നേരെ ഒരു സ്വീറ്റ് എടുത്ത് കൊടുക്കുകയാണ്. പക്ഷെ അതൊന്നും വാങ്ങിക്കാൻ നിൽക്കാതെ സിദ്ധാർത്ഥ് വല്ലാത്ത വിഷമത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോഴാണ് എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്. സിദ്ധാർത്ഥ് ശരിക്കും പൊട്ടിക്കരയുന്നുള്ളൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അത് മനസ്സിലാക്കിയിട്ടൊന്നോണം വാസു ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധു നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നത്, ചന്ദ്രിക എവിടെ പോയി? അതിന് മറുപടിയൊന്നും പറയാതെ സിദ്ധാർത്ഥ് പൊട്ടിക്കരയാണ്. അത്രയും നേരം അവൻ അടക്കി വെച്ച സങ്കടം മുഴുവൻ അവൻ അവിടെ കരഞ്ഞു തീർക്കുകയായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും ചാടി എഴുന്നേൽക്കുകയാണ്, ജാനകിയും അതുപോലെ ലക്ഷ്മിയും മഹേന്ദ്രനും ഒക്കെ. അപ്പോൾ വാസു ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധു, ചോദിച്ചതിന് മറുപടി പറയാതെ നീ എന്താ കരയുന്നത്? ചന്ദ്രികയെ കാണാനില്ല അച്ഛാ,
സിദ്ധു പറഞ്ഞത് കേട്ടതും എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എന്താ സിദ്ധു നീ പറയുന്നത്? അതെ അച്ഛാ, അവൾ പതിവായിട്ട് പോവാറുള്ള എല്ലാ ക്ഷേത്രത്തിലും ഞാൻ പോയി അന്വേഷിച്ചു. അവൾ കണ്ടുമുട്ടാറുള്ളതും സംസാരിക്കാറുള്ളതുമായ എല്ലാവരോടും ഞാൻ അന്വേഷിച്ചു. പക്ഷേ അവൾ അവിടെ എവിടെയും ഇല്ല. സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ടതും എല്ലാവരും ശരിക്കും ഞെട്ടിയതും അതുപോലെ തന്നെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്താ സിദ്ധു നീ പറയുന്നത്? ചന്ദ്രിക ക്ഷേത്രത്തിൽ പോയിട്ടില്ലെന്നോ? മഹേന്ദ്രൻ വീണ്ടും ചോദിക്കുകയാണ്. അതേ അങ്കിൾ, അവൾ ഒരു ക്ഷേത്രത്തിലും പോയിട്ടില്ല. ലക്ഷ്മിയൊക്കെ നെഞ്ചത്തടിച്ച് കരയാണ്. അയ്യോ, എൻ്റെ മകൾക്ക് എന്താ പറ്റിയത്? ഇല്ല ചേട്ടത്തി, ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല ചന്ദ്രയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ജാനകിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇല്ല സിദ്ധു, അവളുടെ ഫ്രണ്ടിനെ കാണണമെന്ന് പറഞ്ഞിട്ടല്ലേ പോയിട്ടുണ്ടായിരുന്നത്. മഹേന്ദ്രൻ വീണ്ടും പറയാണ്. ഇല്ല അങ്കിൾ, അവൾ അങ്ങനെ ഒരു ഫ്രണ്ടിനെയും കാണാൻ വേണ്ടിയിട്ടല്ല പോയത്. അങ്ങനെ പോയതാണെങ്കിൽ അവൾ നമ്മളെ വിളിച്ച് പറയുമായിരുന്നില്ലേ? സിദ്ധാർത്ഥത് പറഞ്ഞത് ശരിയാണെന്ന് വരുന്ന വിധത്തിലാണ് ജാനകി പറയുന്നത്. ഏട്ടാ, എനിക്കെന്തോ വല്ലാതെ പേടി തോന്നുന്നു ഏട്ടാ. നേരത്തെ പറഞ്ഞതല്ലേ ചന്ദ്രികയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന്. ചന്ദ്രിക എങ്ങോട്ടാണ് പോയതെന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ ജാനകി. ലക്ഷ്മിയും പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോഴേക്കും സിദ്ധാർത്ഥൻ്റെ ഫോൺ റിങ് ചെയ്യാണ്. അവനത് എടുത്തു നോക്കിയതും അവൻ്റെ മുഖത്തുള്ള ടെൻഷൻ ഒന്നുകൂടി ഏറുന്ന രീതിയിലാണ് ആ ഒരു സംസാരം ഉണ്ടായിരുന്നത്. എല്ലാവരും അവനോട് കാര്യം അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആരോടും മറുത്തൊന്നും അവൻ പറയുന്നില്ല. പെട്ടെന്നാണ് ലക്ഷ്മി ചോദിക്കുന്നത്. അല്ല സിദ്ധു, മലരെവിടെ? അവളെ സ്കൂളിൽ നിന്നും വരാൻ ടൈമായില്ലേ? നീ എന്താ അവളെ കൂട്ടാൻ പോയിരുന്നില്ലേ? അപ്പോഴാണ് സിദ്ധു അതുകൂടെ ചേർത്ത് പറയുന്നത്. മലറിനെയും കാണാനില്ല ആൻറ്റി. അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ ഞെട്ടി. ലക്ഷ്മിയാണെ തലയടിച്ച് കരയാണ്. മലറിനെയും കാണാനില്ലെന്നോ? ചന്ദ്രികയും കാണുന്നില്ല, മലറിനെയും കാണുന്നില്ല. സിദ്ധു നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി കരയാണ്. അതെ ആൻറ്റി, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. രാവിലെ മലറിനെ ഞാനാണ് സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഞാനിപ്പോൾ വൈകുന്നേരം അവളെ സ്കൂളിൽ നിന്നും കൂട്ടാൻ വേണ്ടി പോയ സമയത്ത് അവൾ സ്കൂളിൽ ചെന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ പ്രിയയെ കണ്ടു. അവളും പറഞ്ഞു ഇന്ന് മലർ ക്ലാസ്സിൽ വന്നിട്ടില്ല എന്ന്. ഇത്രയും നേരം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മുഴുവൻ സിദ്ധാർത്ഥ് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. ചന്ദ്രികയെ കാണാനില്ലെന്ന് അറിഞ്ഞ ആ ഒരു സമയം തൊട്ട് ചന്ദ്രികയെ അന്വേഷിച്ച് എല്ലാ ക്ഷേത്രത്തിൽ കയറി ഇറങ്ങിയതും ഓരോരുത്തരോടും ചന്ദ്രികയെക്കുറിച്ച് അന്വേഷിച്ചതും അവസാനം സ്കൂൾ വിടാൻ നേരമായപ്പോഴേക്കും മലറിനെ അന്വേഷിച്ച് സ്കൂളിൽ ചെന്ന സമയത്ത് പ്രിയ വന്ന് പറഞ്ഞതും സ്കൂളിൽ നിന്ന് മലർ വന്നിട്ടില്ല എന്ന് പിന്നീട് മിസ്സ് വന്നിട്ടും അതുപോലെ വാച്ച്മാനോട് ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രികയും മലറിനെയും കാണാനില്ലെന്നുള്ള കാര്യം അപ്പോഴാണ് എല്ലാവർക്കും ഉറപ്പായത്. അവസാനമായിട്ട് മിസ്സ് പറഞ്ഞ ആ ഒരു സംശയം പോലും സിദ്ധാർത്ഥ് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ മലറിനെ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടുണ്ടെങ്കിൽ ഇനി സ്കൂളിൽ കയറുന്നതിന് മുമ്പ് മലറിനെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുമോ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു അവൻ്റെ സംശയം പറയുന്നുണ്ട്. ചന്ദ്രിക ഇനിയൊരു പക്ഷെ അവളുടെ ഫ്രണ്ടിനെ കാണാനാണ് പോയതെങ്കിലും മലർ എവിടെ പോയിട്ടുണ്ടാവും? അങ്കിൾ, എനിക്ക് വല്ലാതെ പേടിയാവുന്നു അങ്കിൾ. സിദ്ധാർത്ഥ് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതേ അവസ്ഥയിൽ തന്നെയാണ് ലക്ഷ്മിയുള്ളത്. അവർ പൊട്ടി കരയുന്നുണ്ടായിരുന്നു. ദൈവമേ, എൻ്റെ മക്കൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ. ദൈവം എന്തിനാ ഞങ്ങളിങ്ങനെ പരീക്ഷിക്കുന്നത്? അപ്പോൾ മഹേന്ദ്രനും സങ്കടത്തോടെ പറയാണ്. ചന്ദ്രികയും മലറിനെയും ഒന്നിച്ചു കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നിലൊരു കാരണം ഉണ്ടാവും. അങ്കിൾ പറഞ്ഞത് ശരി തന്നെയാണ്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ചന്ദ്രികയും മലരും എന്തോ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ ജാനകി അത് അംഗീകരിക്കുന്നില്ല. ഇല്ല സിദ്ധു, അങ്ങനെയൊന്നും സംഭവിച്ചു കാണില്ല. മഹേന്ദ്രൻ പറയുന്നുണ്ട്. സിദ്ധു, ചന്ദ്രികയും മലറിനെയും ഒന്നിച്ചു കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ മഹേഷ് തന്നെ ആയിരിക്കും. അവരെ തട്ടിക്കൊണ്ടു പോകാനാണ് സാധ്യത. ഇതിന് പിന്നിൽ മഹേഷ് തന്നെ ആവാനാണ് സാധ്യത. മഹേന്ദ്രൻ വീണ്ടും പറയുമ്പോൾ വാസുവും പറയുന്നുണ്ട്. അളിയൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ ആ റാസ്കൽ തന്നെയാണ് ആവാനാണ് സാധ്യത. ജാനകിയും അത് തന്നെ ആവർത്തിക്കുകയാണ്. സംശയമില്ല ഏട്ടാ, മഹേഷ് തന്നെ ആയിരിക്കും നമ്മുടെ മക്കളെ കൊണ്ടുപോയിട്ടുണ്ടാവുക. ആ ദുഷ്ടൻ നമ്മുടെ മക്കളെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മക്കളെ രക്ഷിക്കണേട്ടാ. ആദ്യം പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കേട്ടാ. അതും പറഞ്ഞ് അവർ കരയാണ്. അമ്മ, ഞാൻ ഓൾറെഡി ജോയിൻറ്റ് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി കരഞ്ഞുകൊണ്ട് പദം പറയാണ്. ഇതുകൊണ്ടാണ് ചന്ദ്രികയോട് ഞാൻ എങ്ങോട്ടും പോവരുത് എന്ന് പറഞ്ഞത്. പക്ഷെ അവളാണെങ്കിൽ കേട്ടതേയില്ല. ഇപ്പം എന്താ എൻ്റെ മക്കൾക്ക് സംഭവിച്ചത് എന്ന് പോലും അറിയില്ലല്ലോ. അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വല്ലാതെ വിഷമത്തോടെയാണ് നിൽക്കുന്നത്. ആ സമയത്ത് ചന്ദ്രികയും മലരാണെങ്കിൽ ഒന്നിച്ചുണ്ട്. മലറിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ചന്ദ്രിക. അവൾ പറയുന്നുണ്ട്. കരയല്ലേ മലർ, അമ്മ നിൻ്റെ അടുത്ത് വന്നില്ലേ? നമ്മൾ എങ്ങനെ അമ്മ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടു പോവുക? അമ്മ എന്താ തനിച്ച് വന്നതമ്മ? അമ്മയ്ക്ക് അച്ഛനെയും കൂട്ടിയിട്ട് വന്നൂടായിരുന്നോ? ചന്ദ്രിക ചുറ്റിലും നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അച്ഛനെയും കൂട്ടിക്കൊണ്ടാണ് വന്നതെങ്കിൽ എൻ്റെ മോളെ അവൻ കൊന്നു കളയുമെന്ന് അമ്മയെ അവൻ ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് സിദ്ധു സാറിനെ അമ്മ കൂട്ടാതിരുന്നത്. അപ്പോൾ എങ്ങനെയാ അമ്മ നമ്മളിവിടെ നിന്ന് രക്ഷപ്പെടുക? അവർ രണ്ടുപേരും ചേർന്ന് ഒന്നിച്ച് കരയാണ്. അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്. ഏയ്, എന്തായി? അമ്മയും മോളും സംസാരിച്ച് കഴിഞ്ഞോ? ചന്ദ്രിക, നീ എൻ്റെ കൂടെ തനിച്ച് വാ, എനിക്ക് നിന്നോട് തനിയെ സംസാരിക്കാനുണ്ട്. അപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോടെ പറയാണ്. എന്താണെങ്കിലും ഇവിടെ വെച്ച് സംസാരിച്ചാൽ മതി. എൻ്റെ കുഞ്ഞിനെ ഇവിടെ തനിച്ച് വിട്ടിട്ട് എനിക്ക് നിൻ്റെ ഒപ്പം വരാൻ സാധിക്കില്ല. അത് കേട്ടപ്പോൾ മഹേഷിന് ദേഷ്യം വരികയാണ്. ഏയ്, ഞാൻ മലറിൻ്റെ നല്ലതിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. നിന്നോട് വരാനല്ലേ പറഞ്ഞത്?
എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കാനുണ്ട്. മഹേഷ് മലറിന് എന്തെങ്കിലും ചെയ്യുമെന്ന് ഭയന്നതുകൊണ്ട് ചന്ദ്രിക മലറിനോട് പറയാണ്, മലർ മോൾ ഇവിടെ ഇരിക്ക്, അമ്മ ഇയാളോട് പോയിട്ട് സംസാരിച്ചിട്ട് വേഗം വരാം, ഓക്കെ? ശരി അമ്മ. മലരും കരഞ്ഞുകൊണ്ട് സമ്മതിക്കുകയാണ്. കരയല്ലേ എന്ന് പറഞ്ഞിട്ട് അവൾ മകളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതിനുശേഷം മഹേഷിനൊപ്പം പുറത്തേക്ക് പോവാണ്. പുറത്തെത്തിയ ഉടനെ തന്നെ മഹേഷിനോട് ചന്ദ്രിക പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് മഹേഷ്, എന്നെയും എൻ്റെ മകളെയും വെറുതെ വിട്ടേക്ക്, അതാണ് നിനക്ക് നല്ലത്. അത് കേട്ടപ്പോൾ മഹേഷ് ചിരിച്ചുകൊണ്ട് പറയാണ്, ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുകയാണെങ്കിൽ നിന്നെയും നിൻ്റെ മകളെയും ഞാൻ ഒന്നും ചെയ്യില്ല. നീ പറയുന്ന ഒന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. മര്യാദയ്ക്ക് എന്നെയും എൻ്റെ മകളെയും വിട്ടേക്ക്. എൻ്റെ കൂടെ ഇത്രയും വർഷം ജീവിച്ചിട്ടും എന്നെ അറിയാത്തതുപോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. നിന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങളെ രണ്ടുപേരെയും വിട്ടേക്ക്. ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് മാറ്റുന്ന ശീലമില്ല എനിക്കെന്ന് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. മലര് നിൻ്റെ വയറ്റിലുള്ളപ്പോൾ തന്നെ അവളെ നശിപ്പിച്ച് കളയാൻ ഞാൻ നിന്നോട് പറഞ്ഞതാണ്. എന്നാൽ നീ അതനുസരിച്ചില്ല. നീ അവളെ പ്രസവിച്ചു. അതിനുശേഷവും ഞാൻ അവളെ കൊല്ലാൻ ഒരുപാട് തവണ ശ്രമിച്ചതാണ്. പക്ഷെ ഓരോ തവണയും നീ അവളെ രക്ഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ നീ അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോഴും അവളുടെ ജീവൻ എൻ്റെ കയ്യിലാണുള്ളത്. അവൾ ഇനിയും ജീവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ മതിയാവൂ. മഹേഷ് എന്താ ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ചന്ദ്രിക തട്ടിക്കയറി പറയാണ്, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്താണ് ഈ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടിട്ട് ആദ്യം നിൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ഈ താലി അഴിച്ചെറിയാൻ നോക്ക്. ആ താലി കാണുമ്പോഴൊക്കെയുള്ള സകല വെറുപ്പോടു കൂടിയാണ് മഹേഷ് പറയുന്നത്. പക്ഷേ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ താലിയിൽ തൊട്ട് മഹേഷ് പറഞ്ഞതും ചന്ദ്രികയ്ക്ക് പൊള്ളുന്ന വേദനയാണ് തോന്നിയത്. ഇങ്ങോട്ട് നോക്ക് മഹേഷ്, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാനത് ചെയ്യുന്നു നീ കരുതണ്ട. ഓ അങ്ങനെയാണോ? എങ്കിൽ പിന്നെ ഞാൻ തന്നെ അത് അഴിച്ചു മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവൾക്ക് നേരെ അടുത്ത് പോവുകയാണ്. ചന്ദ്രിക അവനെ ഭയന്ന് പിന്നോട്ടേക്ക് മാറുന്നുണ്ട്. വേണ്ട മഹേഷ്, നിനക്ക് അത്രത്തോളം ഞാൻ നിന്നോട് സംസാരിക്കുള്ളൂ. പിന്നെ നിൻ്റെ വില കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിൻ്റെ കൂടെ വരുന്നത്. നിൻ്റെ പണം, അതാണ് എനിക്ക് ആവശ്യം. ചന്ദ്രിക പിന്നോട്ട് പോയിട്ട് ഒരു നെറ്റിൽ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ആദ്യം നിൻ്റെ പണം, അതിനുശേഷം നീ, അതാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് മര്യാദയ്ക്ക് സിദ്ധാർത്ഥ നിൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഈ താലി അറുത്ത് മാറ്റാൻ നോക്ക്. പറ്റില്ല എന്ന് നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഓ നിനക്ക് ഇത്രക്ക് അഹങ്കാരമാണോ? എങ്കിൽ ഞാൻ തന്നെ അഴിച്ചു മാറ്റാം എന്നും പറഞ്ഞിട്ട് മഹേഷ് അവളുടെ കഴുത്തിൽ സിദ്ധാർത്ഥ് കെട്ടി ആ താലി അഴിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അവർ തമ്മിൽ ബലകരമായ ഒരു മൽപ്പിടുത്തം തന്നെ നടക്കുന്നുണ്ട്. ചന്ദ്രികയുടെ കഴുത്തിൽ സിദ്ധാർത്ഥ് അണിഞ്ഞ താലി അറുത്തു മാറ്റാൻ വേണ്ടിയിട്ട് മഹേഷും അത് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി ചന്ദ്രികയും അവളെ കൊണ്ടാവുന്നത് പോലെ ശ്രമിക്കുകയാണ്. അവസാനം ചന്ദ്രിക താലിയിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് മഹേഷിൻ്റെ കവിളത്ത് നോക്കി പൊട്ടിച്ചു കൊടുക്കുകയാണ്. ചന്ദ്രിക തല്ലിയത് മഹേഷിൻ്റെ ദേഷ്യം ഒന്നുകൂടി കയറുവാണ്. അവൻ വീണ്ടും അവളുടെ കൈയൊക്കെ ബലമായിട്ട് പിടിച്ചിട്ട് ആ താലിയിൽ പിടുത്തിടുന്നുണ്ട്. പക്ഷേ മരിക്കേണ്ടി വന്നാലും ആ താലി വിട്ടുകൊടുക്കുന്നില്ലെന്നുള്ള വാശിയിലായിരുന്നു ചന്ദ്രികയും. അതുകൊണ്ട് തന്നെ വീണ്ടും അവൻ്റെ കവിളത്ത് നോക്കിയിട്ട് അവളൊന്ന് കൊടുക്കുവാണ്. ഓരോ തവണ ചന്ദ്രിക അവനെ തല്ലും തോറും മഹേഷിൻ്റെ ദേഷ്യം കയറി വരികയാണ്. മാക്സിമം എങ്ങനെയെങ്കിലും ചന്ദ്രികയുടെ കഴുത്തിൽ നിന്ന് അത് പൊട്ടിച്ചെറിയാൻ വേണ്ടിയിട്ടാണ് മഹേഷ് ശ്രമിക്കുന്നത്. എന്നാൽ ഒരു കാരണവശാലും അത് മഹേഷിനെ കൊണ്ട് പൊട്ടിക്കാൻ അനുവദിക്കില്ലെന്നുള്ള വാശിയിലാണ് ചന്ദ്രികയും. അവർ തമ്മിലൊരു ബലകരമായ മൽപ്പിടുത്തം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രികയ്ക്കും മലറിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയും ജാനകിയും. ദൈവമേ, ഞങ്ങളുടെ മക്കളെ ഒരാപത്തും വരുത്താതെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന് മഹേഷ് കാരണം അവർക്ക് ഒരു പ്രശ്നവും സംഭവിക്കരുത്. ആ ദുഷ്ടനായ മഹേഷിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളുടെ മക്കളെ നിനക്ക് മാത്രമേ രക്ഷിക്കാൻ സാധിക്കൂ ദൈവമേ. രണ്ടുപേരും കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥാണെങ്കിലും മഹേന്ദ്രനും വാസുവും ഒക്കെ ചേർന്ന് ഓരോരോ ഫോൺ വിളികളും തിരക്കിലൊക്കെയാണ്. സിദ്ധാർത്ഥനെ വിളിച്ചുകൊണ്ട് പോലീസിൽ നിന്നും പറയുന്നുണ്ട്, ചന്ദ്രികയുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും അന്വേഷിച്ചു നോക്കി. പക്ഷേ ചന്ദ്രിക അവളുടെ ഒരു ഫ്രണ്ട്സിൻ്റെ വീട്ടിലും പോയിട്ടില്ല സർ. എന്ത്? എങ്ങോട്ടും പോയിട്ടില്ലെന്നോ? ശരി, അങ്ങനെയാണെങ്കിൽ ചന്ദ്രികയെക്കുറിച്ചോ മലറിനെക്കുറിച്ചോ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നെ അറിയിക്ക്. ശരി സർ, ഞാൻ വിളിച്ചു പറയാം. സിദ്ധു കോൾ കട്ട് ചെയ്തപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ സിദ്ധു അവർ പറയുന്നത്? ചന്ദ്രികയുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലും പോയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ക്ഷേത്രത്തിലും പോയിട്ടില്ല, ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലും പോയിട്ടില്ല എങ്കിൽ പിന്നെ അവൾ എങ്ങോട്ടായിരിക്കും സിദ്ധു പോയിട്ടുണ്ടാവുക? ഫോൺ വരെ സ്വിച്ച് ഓഫ് ആണ്. അവളും മലരും ചേർന്ന് എന്തോ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടെന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് സിദ്ധു. ഇതിനൊക്കെ കാരണം ആ മഹേഷ് തന്നെ ആയിരിക്കും. അവൻ അവരെ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാസുവും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, അളിയാ, ആ മഹേഷിനെ അങ്ങ് ഇപ്പം എൻ്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവനെ ആ കണ്ട സ്ഥലത്ത് വെച്ച് തന്നെ ഞാൻ കൊന്നു കളയുമായിരുന്നു. അവൻ കാരണം നമ്മുടെ മക്കൾക്ക് ഒരു കാലത്തും സമാധാനമില്ല. അപ്പോഴേക്കും ജോയിൻറ്റ് കമ്മീഷണർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പരസ്പരം നമസ്കാരമൊക്കെ പറഞ്ഞതിന് ശേഷം സിദ്ധു ചോദിക്കുന്നുണ്ട്, സർ, ചന്ദ്രികയെക്കുറിച്ചോ മലറിനെക്കുറിച്ചോ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ സർ? സിദ്ധു കംപ്ലൈൻറ്റ് തന്നപ്പോൾ തന്നെ സിറ്റിയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തുള്ള CCTV ക്യാമറകളും പരീക്ഷിക്കുന്നുണ്ട്.
ഏതെങ്കിലും ഒരു ചെക്ക് പോസ്റ്റ് വഴി ചന്ദ്രികയോ മലരോ കടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കും. സിദ്ധാർത്ഥ് പറഞ്ഞത് പ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും കിഡ്നാപ്പ് തന്നെ ആയിരിക്കും. ആ ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ മലറിനും ചന്ദ്രികയ്ക്കും എന്താ സംഭവിച്ചത് എന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ മകളെ മഹേഷ് എന്തെങ്കിലും ചെയ്യുമോ സർ? മഹേന്ദ്രൻ, ചന്ദ്രികയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് മഹേഷിൻ്റെ ദേഷ്യവും പ്രതികാരവും ഒന്നുകൂടി കൂടിയത്. ആ ഒരു ദേഷ്യം മനസ്സിലുള്ളത് കൊണ്ട് അവൻ ചന്ദ്രികയോ മലറിനെയോ എന്ത് ചെയ്യാനുള്ള സാധ്യതയും മുന്നിൽ കാണണം. അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ചന്ദ്രികയും മലറിനെയും മഹേഷ് എന്തോ ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.